പരാജയപ്പെടുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ജീവൻ ഒടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ചിലപ്പോൾ പരാജയ പരമ്പരകൾ തന്നെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ പ്രയാസമാണ്. ചില പരാജയം നമ്മുടെ അശ്രദ്ധ മൂലവും നമ്മുടെ താല്പര്യക്കുറവ് മൂലവുമായിരിക്കാം ഉണ്ടാകുന്നത്. മറ്റ് ചിലത് നമ്മുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾ മനഃപൂർവ്വമായി നമ്മെ ചതിക്കുകയോ അവരുടെ പ്രതികാരമോ ഒക്കെ ആയിരിക്കാം ആ പരാജയത്തിന് കാരണം. ഏത് കാരണത്താൽ പരാജയം സംഭവിച്ചാലും അതിനോടുള്ള പ്രതികരണമാണ് പ്രധാനം. അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി ജീവിതം രൂപപ്പെട്ടിരിക്കുന്നത്. പരാജയങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരുണ്ട്. തങ്ങളോടുള്ള വെല്ലുവിളിയായി പരാജയങ്ങളെ കണക്കാക്കി വിജയിക്കാനുള്ള പുതിയ അവസരങ്ങളാക്കി അവരതിനെ കാണുന്നു. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്ന തോമസ് ആൽവ എഡിസനുണ്ടായ ഒരു അനുഭവം 1914 ഡിസംബറിൽ ഒരു രാത്രിയിൽ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഗവേഷണശാല അഗ്നിക്കിരയായി. അന്ന് $10 ലക്ഷം വില വരുന്ന അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിലുണ്ടായിരുന്ന സാധനങ്ങളും സാമഗ്രികളും മുഴുവനും നശിച്ചു, ചാമ്പലായി മാറി. മാത്രമല്ല വിലപ്പെട്ട പല റെക്കോർഡുകളും അക്കൂട്ടത്തിൽ നഷ്ടമായി. ആരെയും തളർത്തുന്ന ദുരന്തമാണത്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ എഡിസൺ തൻ്റെ കഠിനമായ അധ്വാനഫലങ്ങളും മുതൽമുടക്കുകളും തൻ്റെ ദീർഘകാല സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചാമ്പൽ കൂമ്പാരമായി കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ദുരന്തങ്ങളിൽ പ്രയോജനമുണ്ട്. നമ്മുടെ തെറ്റുകളും കൈപ്പിഴകളും വെന്തില്ലാതെയാകുകയാണ്. എന്നാൽ നമുക്ക് വീണ്ടും പുനരാരംഭിക്കുവാൻ കഴിയും. എഡിസൺ ഒരു വലിയ ജീവിത രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്ക് അഭിമുഖീകരിക്കേണ്ട സാഹചര്യം എന്തു തന്നെയായാലും അതിനെ നാം എപ്രകാരം നേരിടുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. ശുഭാപ്തി വിശ്വാസികൾ ഏത് പ്രതിസന്ധിയെയും വളരെ ലാഘവത്തോടെ നേരിടുന്നവരാണ്. പ്രതിസന്ധികളെ തങ്ങളുടെ കരുത്ത് വെളിപ്പെടുത്താനുള്ള അവസരങ്ങളായി അവർ കാണുന്നു. ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയ ദാനമാണ് നമ്മുടെ ഇച്ഛാശക്തി. നമ്മുടെ താലന്തുകളും ദൈവാശ്രയവും ഒരുമിക്കുമ്പോൾ ആ ആത്മധൈര്യത്തിൽ ശുഭാപ്തി വിശ്വാസവും നമ്മൾ വളരുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് പരാജയങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.